തിരുമറ്റ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവ്യാനി അസുഖമൊക്കെ ഭേദമായിട്ട് തിരിച്ച് വീട്ടിലെത്തുകയാണ്. നയനയാണ് തനിക്ക് ബ്ലഡ് തന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുമ്പോൾ ദേവ്യാനിക്ക് ഒരുപാട് സന്തോഷമാവുകയും ദേവ്യാനി നയനയുടെ അടുത്ത് താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. തനിക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ സ്വന്തം മരുമകളെ പോലും സ്നേഹിച്ച് അനാമിക പോലും കൂട്ടിനുണ്ടാവില്ല എന്നുള്ള സത്യം കൂടി ദേവ്യാനി മനസ്സിലാക്കുന്നുണ്ട്. അതുമാത്രമല്ല, നയനയുടെ സത്യസന്ധത മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് അനാമികയുടെ ഓരോരോ കള്ളത്തരങ്ങളായിട്ട് ദേവ്യാനിക്ക് മനസ്സിലായി തുടങ്ങുകയാണ് കേട്ടോ. തനിക്ക് വേണ്ടിയിട്ട് ബ്ലഡ് വരെ തരാൻ വേണ്ടി റെഡിയായ നമ്മുടെ നയന ഒരിക്കലും ആ സ്വർണ്ണം എടുക്കില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദേവ്യാനിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. ഒരുപക്ഷെ അനാമിക തന്നെ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം നയനയുടെയും നവ്യയുടെയും തലയിലിടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നയന ഒരിക്കലും ഇനി ഈ വീട്ടിൽ വേലക്കാരിയായിട്ട് നിൽക്കേണ്ട ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നയനയെ നമ്മുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനറായിട്ട് ഓൾറെഡി അപ്പോയിന്റ് ചെയ്തതായിരുന്നു. പക്ഷേ അവൾ ആ അപ്പോയിൻമെന്റ് സ്വീകരിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും നയന ഇനി മുതൽ ഈ വീട്ടിലെ ജോലികളൊന്നും ചെയ്യണ്ട, നാളെ മുതൽ ഓഫീസിൽ പോകാൻ വേണ്ടി തുടങ്ങണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ദേവ്യാനി, ഇപ്പോഴെങ്കിലും നീ നയനയുടെ നിന്റെ സ്വന്തം മരുമകളുടെ വില എന്താന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അവളുടെ സത്യസന്ധത എന്തായാലും ഒരു ദിവസം നീ തിരിച്ചറിയുന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ നയന അമ്മയുടെ അടുത്ത് പറയുന്നത്, വേണ്ട അമ്മേ, അമ്മ ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. അമ്മയ്ക്കാണെങ്കിൽ വയ്യാണ്ടിരിക്കല്ലേ, മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വയ്യാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് കമ്പനിയിൽ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അമ്മ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഒരിക്കലും അമ്മയുടെ വാക്ക് ഒരിക്കലും ധിക്കരിക്കുകയാണെന്ന് അമ്മ വിചാരിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3-4 പെണ്ണുങ്ങളില്ലേ, അവർ നോക്കട്ടെ. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ജോലിക്കാരി വരുന്നുണ്ടല്ലോ, അവരുടെ അടുത്ത് സ്ഥിരമായിട്ട് വരാൻ വേണ്ടി പറയാം. അതിന്റെ പേരിൽ ഒരിക്കലും നീ ജോലി വേണ്ടാന്ന് വെക്കരുത്. നിന്നോട് ഞാൻ ഇത്രയും കാലം ചെയ്തതിന്റെ ഒരു പ്രായശ്ചിത്തമായിട്ട് ഇത് കണ്ടാൽ മതി. നാളെ മുതൽ നീ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കോ എന്ന് പറയാൻ കേട്ടോ. അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് നയന വീണ്ടും പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ദേവ്യാനി പറയുന്നുണ്ട്, മതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. നയന ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ. ഇത് നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കരമായിട്ട് കുശുമ്പാവുന്നുണ്ട്. പക്ഷേ ദേവ്യാനി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് അനാമികയ്ക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നയന പോയി കഴിഞ്ഞ ശേഷം അനാമിക ദേവ്യാനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. വല്യമ്മ, ഇവിടെ നയന ഒരു പണിയും ചെയ്യാതെയാണ് രാവിലെ തന്നെ ജോലിക്ക് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ അവളടുത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണേ. അവള് ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വായിക്ക് കൊള്ളാവുന്ന ഭക്ഷണം എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ആരുണ്ടാക്കാനാ? അതെന്താ അനാമിക നീ അങ്ങനെ പറയുന്നത്? നിനക്ക് നയന ഉണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടമല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് പിന്നെ അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നീ അടുക്കളയിൽ കയറിയിട്ട് നിനക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളൂ. ഇനിയിപ്പോൾ നിനക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയെ കൊണ്ട് നിർത്ത്, എന്നിട്ട് അമ്മയുടെ അടുത്ത് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി പറയാൻ കേട്ടോ. ഇതൊന്നും അനാമികയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ എങ്ങനെയെങ്കിലും നയനയുടെ പോക്ക് അവസാനിപ്പിക്കണമല്ലോ. അങ്ങനെ അനാമിക ചെന്നിട്ട് ജലജയുടെ അടുത്തും അതുപോലെ ജാനകിയുടെ അടുത്തും കാര്യങ്ങൾ പറയാണ്. അമ്മേ, അപ്പച്ചി, ഇങ്ങനെയൊന്നും പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ ഈ വീട്ടിലെ വേലക്കാരിയും അവള് വലിയ പത്രാസുകാരിയാവും. അവള് പിന്നെ കമ്പനിയിലെ MD സ്ഥാനം വരെ നമ്മുടെ ആദർശേട്ടൻ അവിടുന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിരിക്കും. അവളുടെ സ്വഭാവം അങ്ങനെയാണെന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും അവളുടെ പോക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തടയണം എന്നുള്ള ചിന്തയിലാണ് ജാനകി അതുപോലെ തന്നെ ജലജയും. അങ്ങനെ നയന പോയിട്ട് തിരിച്ചു വരുന്ന അതേ സമയം ഇവര് പ്ലാൻ ചെയ്തിട്ട് ഇവിടുത്തെ ഭക്ഷണമൊന്നും കൊള്ളില്ല എന്നും, നയനെ നീ എന്ത് പണിയാ ചെയ്തത്? നീ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് ഇട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വയസ്സായ ആൾക്കാരും ഗർഭിണികളും ഒക്കെ ഉള്ളതാണ്. പോരാത്തതിന് ദേവയാനി ചേച്ചിയുടെ ശരീരം മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ജോലിക്ക് പോയാലേ പറ്റുള്ളൂ. പോകുന്നതിന് മുമ്പായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണേ. ഇത് കേട്ടുകൊണ്ടാണ് ദേവ്യാനി അങ്ങോട്ടേക്ക് വരുന്നത്. നയന എന്തിനാ ഭക്ഷണം ഉണ്ടാക്കുന്നത്? സ്ക്രീൻ ടൈമിന്റെ കാര്യം നിങ്ങൾക്കും അറിയുന്നതല്ലേ. ഓഫീസിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ട് വരുന്നതാണ് അവള്. ഇനി ഇവിടുത്തെ ജോലിയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അനാമിക ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അനാമികയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ ജാനകി പഠിപ്പിച്ച് കൊടുക്കട്ടെ. അങ്ങനെ കുറച്ച് പഠിച്ച് അവസാനം
അനാമിക തന്നെ എല്ലാ പണിയും ചെയ്യട്ടെ. ഇവിടെ നയന ഒരാളായിരുന്നു ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അടുക്കളപ്പണിയും റൂം വൃത്തിയാക്കുന്നതും എല്ലാം. ഇനി അനാമികയും ചെയ്ത് പഠിക്കട്ടെ. ഭാവിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതല്ലേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി അനാമികയുടെ തലയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അടുക്കള ജോലിയും കാര്യങ്ങളും.